ഹായ് നമസ്കാരം. ആദ്യം തന്നെ എക്സ്ക്യൂസ് മൈ ദിസ് പൊട്ട സൗണ്ട്. കാരണം ഞാൻ രാവിലെ എണീച്ച് വന്ന് മുഖമൊക്കെ കഴുകി പല്ല് തേച്ച് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ സൗണ്ട് ബാക്ക് ടു നോർമലിലോട്ട് എത്താൻ കുറച്ച് ടൈം എടുക്കും. സോ ഇന്നലെ ബിഗ് ബോസ് ഡേ 2 അല്ലേ, എത്ര പേര് കണ്ടു? എനിക്കറിയാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ സൈഡ് ഓഫ് റിവ്യൂ നോക്കുന്നത്. ഞാനും കണ്ടു. ഞാൻ ലൈവ് കണ്ടിട്ടില്ല, കാരണം എനിക്ക് ലൈവ് ഫുള്ള് കാണാനുള്ള ഒരു ടൈമില്ല. എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വരുന്ന സാധനമേ ഉള്ളൂ. കാരണം ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇന്നലെയൊക്കെ കുറച്ച് ഭയങ്കര ബിസി ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ലൈവ് നോക്കാനുള്ള ടൈമില്ല. പക്ഷെ ഞാൻ നൈറ്റ് ഷെയർ ചെയ്ത എപ്പിസോഡ് ഞാൻ ഫുൾ ഇരുന്ന് കണ്ടിരുന്നു. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ഇന്നലത്തെ എപ്പിസോഡ് എന്താ എന്നുള്ള പറയാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയം തന്നെ ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്ത രീതിയിൽ എനിക്ക് ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ള അധികം പേരെയൊന്നും ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെയാണ്, ഇവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഇവരെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഇല്ലാത്ത ഒരു സീസണാണെന്ന് പറയാം. കാരണം എല്ലാ സീസണിലും ഒരു 4-5 പേരെങ്കിലും നമ്മൾ ഇവൻ കയറി ഒരു സെറ്റ്. ലാസ്റ്റ് ടൈം ആണെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് കയറിയ സമയത്ത് വീഡിയോ കാണുമ്പോൾ സീക്രട്ട് ഇങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. പിന്നെ എന്താ പറയുന്ന റോബിൻ, പിന്നെ ദിൽഷ ഭയങ്കര ആക്റ്റീവറായിരിക്കും, ബ്യൂട്ടിഫുൾ ലീഡിയാണ്. അപ്പോൾ ഒരു ലവ് സ്ട്രാറ്റജി വരാം. ജാസ്മിൻ, അപ്പം ഇങ്ങനെ ഒരു പ്രീ ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല ഇപ്രാവശ്യത്തെ ബിഗ് ബോസ്. പക്ഷേ എന്നാലും ഞാൻ കാണുന്നുണ്ട്. ഇന്നലത്തെ ബിഗ് ബോസ് ഒരു ചെറിയ തണുത്ത സാധനമൊക്കെ ആയിരുന്നു. തണുത്ത സാധനം എന്ന് വെച്ചാൽ അവർ ആ ട്രാക്കിലോട്ട് കയറുന്നൊരു സാധനമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പോവുകയാണ്. അത് നമുക്ക് ആ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നതും ടാസ്ക് ചെയ്യുന്നതും ടാസ്കിനെ കുറിച്ചുള്ള സംശയങ്ങളും ഒക്കെ കണ്ടാൽ അറിയാം. അവർ ആ ട്രാക്കിലോട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സ്റ്റാർ പിടിച്ച് വലിക്കാനുള്ള യുദ്ധത്തിലാണ്. കാരണം കഴിഞ്ഞതിൽ സ്റ്റാർ കിട്ടിയല്ലോ, അതിനു വേണ്ടി പുറകെ ഓടുന്നു, ചാടുന്നു, ഇതാക്കുന്നു. ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ ഇനി അത് പിടിച്ച് വാങ്ങണ്ട എന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ഒക്കെ പറയുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇതിൻ്റെ ഒരു ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് എനിക്കതിൽ ശൈത്യ എന്ന് പറയുന്നൊരു പെൺകുട്ടീൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനവിടെ ഉണ്ടെങ്കിൽ ആദ്യം കച്ചറ ഉണ്ടാവാൻ പോകുന്നത് ശൈത്യമായിട്ടായിരിക്കും. കാരണം ബിഗ് ബോസ് ലോക്ക് ചെയ്തിട്ട ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇവരെല്ലാവരും കൂടി ഉപയോഗിച്ചു. കുറ്റം പറയൊന്നും ചെയ്യേണ്ട. പെണ്ണുങ്ങളാവുമ്പോൾ ഡെഫിനറ്റ്ലി ബ്യൂട്ടി പ്രൊഡക്ട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കും. എല്ലാവരും നിരത്തി പിടിച്ച് എണീച്ച് നിന്ന് ഞാൻ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് അത് വളരെ ഫണ്ണിയിലാണ് ചോദിച്ചത്. ആദ്യത്തെ ലംഘനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിപ്പോൾ അത്രമാത്രം ലംഘിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അറിയാത്തതിൻ്റെ പുറത്ത് അവർ ചെയ്തതാണ്. അത് വളരെ ഒരു കുഞ്ഞു വാണിങ്ങോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു പണിഷ്മെൻറ്റോട് കൂടി തീരാവുന്ന ഒരു സാധനമേ ഉള്ളൂ. ഈ ഒരു സാധനം വന്ന സമയത്താണ് സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ടീം എന്ന രീതിയിൽ ഈ പെണ്ണെണീച്ച് എന്ന് പറയുന്നത്, അയ്യോ ഞാൻ പറഞ്ഞതാണ് ഇവരുടെ അടുത്ത് ചെയ്യരുത് എന്ന്, എന്നിട്ട് ഇവർ ചെയ്തതാന്ന് പറഞ്ഞിട്ടൊരു വലിയ കിങ് ഓഫ് ദി വേൾഡ് ആവാൻ ശ്രമിച്ചത്. അതെന്തായാലും ചെറ്റപരിപാടിയായിപ്പോയി. കാരണം ഒരു ഗ്രൂപ്പിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് അവസാനം ഗ്രൂപ്പിൻ്റെ കുതികാല് വെട്ടുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ളതാണ്. ആൻഡ് ഈ പെൺകുട്ടീനെ എനിക്ക് ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്തത് എല്ലാവരെയും തോപ്പിച്ച് ഞാൻ ജയിക്കണം, ഞാൻ മാത്രമാണ് ജയിക്കേണ്ടത്, ഞാനാണ് വിജയ ആവുക, അങ്ങനത്തെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. കാരണം ശ്വേതാ മേനോനുമായി ബന്ധപ്പെട്ടിട്ട് ഏതോ ഒരു ചാനലിൽ നടന്ന റിയാലിറ്റി ഷോ ഒന്ന് ഇവർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം ഇവർക്ക് ഫസ്റ്റ് കിട്ടാത്തതുകൊണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ഒരു സാധനത്തിൽ നിന്ന് ഈ പെണ്ണിൻ്റെ ഏകദേശം ഒരു ബിഹേവിയർ അഗെയിൻ നോട്ടഡ് എന്നൊരു സാധനം മനസ്സിലായി. പിന്നെ വന്ന ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ഭയങ്കര കോമഡി ആയിരുന്നു. എല്ലാവരും അനീഷിൻ്റെ നേരെയാണ് പോയത്. അനീഷ് ഈസ് എക്സ്ട്രീം ചൊറിയൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി. എൻ്റെ അമ്മോ, ഞാനിങ്ങനെ ആലോചിക്കും ചില നേരം പുള്ളീൻ്റെ ഒരു വർത്താനവും പുള്ളീൻ്റെ ഒരു ഡയലോഗും ഒരു എന്താ പറയുക, എന്തോ ഒരു സാധാരണ ചൊറിയൽ വ്യക്തി എന്ന നിലയിലല്ല, നമ്മളൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആംഗിളിലാണ് പുള്ളീൻ്റെ വായെന്ന് വരുന്ന കുറേ ഡയലോഗ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള കുറേ ആൾക്കാർക്ക് ഈ അനീഷിനോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈസ് എ കോമണർ. അപ്പം എല്ലാവരുടെയും വോട്ട് ആര് ക്യാപ്റ്റൻ ആവരുത് എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ സ്വന്തം രേണു സുധിക്കും അനീഷിനുമാണ്. അനീഷിനാണ് ഏറ്റവും കൂടുതൽ. എല്ലാവരും കരുതിയത് വോട്ട് കിട്ടാതെ ഞങ്ങളൊക്കെ ക്യാപ്റ്റൻ ആവുന്നതാണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. ആർക്കാണോ ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയത് അയാളെ തന്നെ പിടിച്ച് ക്യാപ്റ്റനായി. അങ്ങനെ അനീഷ് ക്യാപ്റ്റൻ ആവുന്നു.
പിന്നെ അവർക്ക് കുറേ ഈ ലെറ്റർ റീഡ് ചെയ്യാനൊക്കെ പറയുന്നു. അതിനിടയിൽ എന്തൊക്കെയോ തെറ്റിക്കുന്നത് കറക്റ്റ് ചെയ്യുന്നു. പിന്നെ പലരും പല മൂലയ്ക്ക് വെക്കുന്നു. പിന്നെയാണ് നമ്മുടെ മെയിൻ പ്രശ്നമായ തലവേദന വന്നത്. രേണുസുധീൻ്റെ തലവേദന വലിയൊരു വിഷയമാകുന്നു. തലവേദന കാരണം ഈ ബിഗ് ബോസിലോട്ട് പോകുന്ന സമയത്ത് ചില ആൾക്കാരുടെ ഒരു മെയിൻ എയിം, എനിക്ക് ബിഗ് ബോസിൽ ഒരു സ്പേസ് വേണം, എന്നെ 4 ആൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നൊരു ആംഗിൾ മാത്രമേ ഉണ്ടാവും. അവർക്ക് ഈ ഗെയിം കളിക്കാനോ ഗെയിമിൽ നിൽക്കാനോ അല്ലെങ്കിൽ അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അതിലുള്ള ചില ആൾക്കാർ, അല്ലെങ്കിൽ പണിയെടുക്കാനും താല്പര്യമില്ലാത്ത ആൾക്കാരിലൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു സ്ട്രാറ്റജിയാണ് തലവേദന, വയ്യ, മെഡിക്കൽ എമർജൻസി. കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസിലാണ് എനിക്ക് തോന്നുന്നത് ഒരു മെഡിക്കൽ ടീം അവിടെ വന്ന് നിന്ന് താമസിക്കേണ്ട അവസ്ഥ, അമ്മാതിരി മെഡിക്കലി വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പരിപാടികളൊക്കെ വിജയം. അപ്പം അതിൻ്റെ വേറൊരു വേർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളുടെ രേണുസുധി വയ്യാന്ന് പറയുന്നു, കിടക്കുന്നു. ഒരു പോയിൻ്റ് ഓഫ് സെക്കൻഡ് കഴിയുമ്പോൾ രേണുസുധി വീണ്ടും എണീച്ച് വരുന്നു. അത് തന്നെ അനുമോൾ ഇറിറ്റേറ്റഡായി. അനുമോൾ ഒരു ചെറിയ തെറി വിളിച്ചു, എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയില്ല. അപ്പാനി ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മളുടെ ഇൻഫ്ലുവൻസർ ചോദിക്കുന്നുണ്ട്, ഡാൻസർ ഇൻഫ്ലുവൻസർ ഇല്ല, എല്ലാവരും അതിൻ്റെ പേരിലായി. പിന്നെ അവിടെ ഒരു ഭൂകമ്പം, ഒച്ചപ്പാട്, അത് ഇതൊക്കെ ഇങ്ങനെ നടന്നു. അതിൻ്റെ ഇടയിലാണ് പിന്നെ അടുത്ത ടാസ്ക് ആയിട്ടുള്ള ഈ പ്രാവശ്യം ആര് എലിമിനേറ്റ് ആവണം എന്നൊരു സാധനം. എല്ലാവരും വരുന്നു, പല പല അഭിപ്രായങ്ങൾ, പല പല ഒപ്പീനിയൻസുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടോട് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഞെട്ടിയ ഒരാളുണ്ട്. ശാരിക വന്ന് രേണുസുധിക്കിട്ട് അടിച്ച്. സത്യം പറയേണ്ട ഭഗവാനെ, ഞാൻ ഷോക്ക്ഡായി പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ശാരിക രേണുസുധീനെ പറയുന്നുള്ളത്. കാരണം അവരെന്തൊക്കെയായിരുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി, സ്നേഹം, ഇഷ്ടം, 24 മണിക്കൂറും ഹൃദയത്തിൻ്റെ കരളിൻ്റെ കഷ്ണം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾ ഒരു പോയിൻ്റ് ഓഫ് സെക്കൻഡ് എത്തിയപ്പം അതങ്ങ് ഇതാക്കി. അപ്പോൾ മേ ബി അത് ശാരികേൻ്റെ ഒരു ഗെയിമായിരിക്കും. പിന്നെ ഇന്നലത്തെ ഈ ക്യാപ്റ്റൻസിക്കാണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ എലിമിനേഷൻ അവിടെ കിടക്കട്ടെ, ക്യാപ്റ്റൻസിക്ക് വേണ്ടി ഇവർ പറഞ്ഞ കാരണങ്ങളൊന്നും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം അനീഷ് ശാരികേനെ പറഞ്ഞത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ക്യാപ്റ്റൻ ആവാൻ അവർക്ക് സാധിക്കില്ല എന്ന് തോന്നുന്ന അവരുടെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ പറയേണ്ടത്. ഇൻസ്റ്റഡ് നിങ്ങൾ പറഞ്ഞത് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം ശാരിക എന്നെ പറഞ്ഞതിൻ്റെ എതിർപ്പ് ഞാൻ തീർത്തു, അങ്ങനത്തെ ഒരു സാധനം ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പോകുന്നുണ്ട്. വാലിഡായി പറയേണ്ട കാര്യങ്ങളൊന്നും ഇവരോട് വാലിഡായിട്ട് പറയുന്നില്ല. എന്തൊക്കെയാണോ പറയേണ്ടത് അതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി പറഞ്ഞു പോകുന്നൊരു സെറ്റപ്പ്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. പേഴ്സണൽ കാര്യങ്ങൾ, പേഴ്സണൽ സാധനങ്ങളൊന്നും ഇനി ഇൻക്ലൂഡ് ചെയ്യരുത് എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ കുറച്ച് പേര് എലിമിനേഷനൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ ഇന്നത്തെ ഒരു പരിപാടി ഒരു ആശുകൂശും ഇതിലങ്ങ് തീർന്നു. ഓവറോൾ എൻ്റർടൈൻഡ് ആണോ ചോദിച്ചാൽ ഒരു 10-ലൊക്കെ നമുക്കൊരു 4 കൊടുക്കാം. ബാക്കിയുള്ള ദിവസങ്ങൾ മേ ബി ബെറ്റർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ദിസ് ഈസ് മൈ 2 അപ്ഡേറ്റ്. ഓക്കെ.